ഓപ്പറേഷൻ സിന്ദൂറും ഭാരതത്തിന്റെ പ്രത്യാക്രമണവും പാകിസ്ഥാന്റെ അടിത്തറ ഇളക്കിയെന്ന് വ്യക്തം. പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ 60% നാശം സംഭവിച്ചതായാണ് റിപ്പോർട്ട്. 4 പാക് വ്യോമത്താവളങ്ങളാണ് ഭാരതത്തിന്റെ ബ്രഹ്മോസ് മിസൈൽ കഴിഞ്ഞ ദിവസം തകർത്തത്. പാക് ഭരണകൂടം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുമ്പോഴും തിരിച്ചടിയുടെ ആഘാതം നികത്താൻ കാലങ്ങൾ എടുക്കുമെന്ന് ചുരുക്കം. എന്തായാലും വ്യാജ പ്രചരണങ്ങളിൽ മാത്രമാണ് പാകിസ്ഥാൻ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭാരതം കനത്ത തിരിച്ചടി നൽകും എന്നുള്ളത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിരുന്നു. പക്ഷേ ഏതു രീതിയിലായിരിക്കും ഭാരതം തിരിച്ചടിക്കുക എന്നുള്ള ആശങ്കയിൽ അവർ നിലനിൽക്കെ ഭാരതം വ്യക്തവും ലോകത്തിന് നൽകുന്ന സന്ദേശവുമായിട്ടായിരുന്നു ജയ്ഷെ കേന്ദ്രങ്ങൾ, ഭീകരത്താവളങ്ങൾ മാത്രം കേന്ദ്രീകരിച്ച് പ്രത്യാക്രമണം നടത്തിയത്. പക്ഷേ തുടർന്ന് പാകിസ്ഥാന്റെ നിർഭാഗ്യവശാൽ പാക് പ്രകോപനം തുടരുകയും ഭാരതം കനത്ത തിരിച്ചടി നൽകുകയും ചെയ്തു. കാലങ്ങൾ വേണ്ടിവരും പാകിസ്ഥാന് ഭാരതത്തിന്റെ ഈ തിരിച്ചടി നികത്താൻ മാത്രം. കാരണം അത്രമാത്രം വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് പാകിസ്ഥാന് നാശനഷ്ടം വന്നിരിക്കുന്നത്. ഏകദേശം 60% നാശം സംഭവിച്ചതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എസ് നന്ദഗോപൻ ചേരുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. നന്ദൻ, എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? രോഹിണി, ഇപ്പോൾ നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. ഏതാണ്ട് ഇന്നലെ രാത്രി ഈ വെടിനിർത്തൽ കരാർ അല്ലെങ്കിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഏതാണ്ട് 5 മണിക്കൂർ നേരം ഈ വെടിനിർത്തൽ ലംഘനമുണ്ടായി എന്നുള്ളതാണ് പ്രധാനമായും പ്രതിരോധ വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതേപോലെ തന്നെ ഡ്രോണുകളുടെ സാന്നിധ്യം ഇന്റർനാഷണൽ ബോർഡറിൽ ഉണ്ടായി എന്നുള്ളതും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇത്തരത്തിൽ 5 മണിക്ക് ശേഷം ഇത്തരം ഇരു രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം അല്ലെങ്കിൽ 5 മണിക്ക് അത് പ്രാബല്യത്തിൽ വന്നതിന് ശേഷവും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും പ്രകോപനമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഭാരതം പ്രധാനമായും വിലയിരുത്തുന്നത്. ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തുവാൻ വേണ്ടിയാണ് ഇപ്പോൾ നിലവിൽ പ്രധാനമന്ത്രി 3 സേനാ മേധാവിമാരുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുന്നത്. നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം ഭാരതം നിലപാട് വ്യക്തമാക്കിയതാണ്. അതായത് ഭാരതത്തിനെതിരെ ഇനി നടക്കുന്ന ഏത് ഭീകരവാദാക്രമങ്ങളെയും അത് യുദ്ധസമാനമായ അല്ലെങ്കിൽ യുദ്ധത്തിനുള്ള വെല്ലുവിളിയായി കണ്ടുകൊണ്ട് പ്രത്യാക്രമണം നടത്തുമെന്നുള്ളത് കാരണം അത്തരം നിലപാടുകൾ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതാണ്. ഇന്നിപ്പോൾ വീണ്ടും ഏതാണ്ട് 5 മണിക്കൂർ നേരം ഇത്തരത്തിൽ വെടിനിർത്തൽ ലംഘിക്കുകയും മാത്രമല്ല ഒരു ഭീകരവാദ ആക്രമണം നടത്തുവാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ ഇത്തരം ഭീകരവാദ സംഘടനകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ കൂടുതൽ കൃത്യമായി തന്നെ വിലയിരുത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം അമേരിക്ക അവകാശപ്പെടുന്നത് അമേരിക്ക അടക്കം ചർച്ച നടത്തിയിട്ടാണ് ഇത്തരത്തിൽ ഒരു വെടിനിർത്തലിലേക്ക് ഇരു രാജ്യങ്ങളും പോയത് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും അത് ലോകരാഷ്ട്രങ്ങളോട് പാകിസ്ഥാൻ കാണിച്ച നിന്ദ്യവും അല്ലെങ്കിൽ നീചവുമായ അനാദരവ് കൂടിയാണ് എന്ന് വിലയിരുത്തപ്പെടേണ്ടിയിരിക്കുന്നു. ഇത് ലോകരാജ്യങ്ങളുടെ കൂടി ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഭാരതം തയ്യാറായിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഇത്തരം പ്രകോപനമുണ്ടായത് മാത്രമല്ല ഇത്തരം പ്രകോപനങ്ങൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ നേരത്തെ പൂർത്തിയാക്കിയിരുന്ന സേനാ വിന്യാസം അത് ആ രീതിയിൽ തന്നെ അതിർത്തി മേഖലകളിൽ തുടർന്നു പോകുവാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ പടിഞ്ഞാറൻ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് രാജസ്ഥാന്റെയും പഞ്ചാബിന്റെയും അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ കരസേന ചില മൂവ്മെന്റുകൾ നടത്തുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ ലഭ്യമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിലേക്ക് കൂടുതലായിട്ട് ഈസ്റ്റേൺ കമാൻഡിൽ നിന്നുമുള്ള സൈനിക ഉദ്യോഗസ്ഥരെ ഈ മേഖലയിലേക്ക് അഡീഷണലായി നിയമിച്ചുകൊണ്ട് അതിർത്തി മേഖല ഇപ്പോൾ കർശനമായി സുരക്ഷിതമായി തന്നെ നിലനിർത്തുന്നു. ഇപ്പോൾ നിലവിൽ ഈ 5 മണിക്കൂർ നേരത്തെ വെടിനിർത്തൽ ലംഘനം ഉണ്ടായതിനു ശേഷം പിന്നീട് തുടർന്നുള്ള രാത്രികൾ പൂർണ്ണമായും ശാന്തമായിരുന്നു. ഇന്നിപ്പോൾ പുലർച്ചെയും സമാനമായൊരു അന്തരീക്ഷമാണ്. ഒരു തരത്തിലുള്ള പ്രകോപനവും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഇന്ന് പുലർച്ചെയോ അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഈ പകൽ ഈ നേരം വരെ ഉണ്ടായിട്ടില്ല. ഡ്രോണുകളുടെ സാന്നിധ്യം ഉണ്ടായില്ല. മാത്രമല്ല വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചുകൊണ്ട് നമ്മുടെ സൈനിക BSF പോസ്റ്റുകൾക്ക് നേരെയുള്ള വെടി ഉതിർക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നിലവിൽ ശാന്തമായി നിൽക്കുന്നു. ജനജീവിതം സാധാരണഗതിയിലേക്ക് വരുന്നു. നേരത്തെ ശ്രീനഗരം, ജമ്മു അടക്കമുള്ള നഗരങ്ങളിൽ വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങൾ, അത്തരം ശബ്ദങ്ങൾ പലതും കേട്ടിരുന്ന സാഹചര്യമുണ്ട്. ജനങ്ങൾ വലിയ ഭീതിയിലായിരുന്നു. അവിടെയെല്ലാം റെഡ് അലേർട്ട് തുടരുന്ന സാഹചര്യമായിരുന്നു നിലനിന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ ശാന്തമായി നിൽക്കുന്നു. രജോരി അതേപോലെ തന്നെ പൂഞ്ച് അടക്കം കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ഷെല്ലാക്രമണം ഉണ്ടായ മേഖലകളിലും സ്ഥിതിഗതികൾ ശാന്തമാണ്. ജനജീവിതം സാധാരണഗതിയിലേക്ക് പോകുന്നു. കടകമ്പോളങ്ങൾ തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ജനങ്ങൾ ജോലിക്ക് പോകാൻ അടക്കമുള്ള അനുമതി സാധാരണഗതിയിൽ ലേക്ക് സർക്കാർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ വലിയൊരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോഴും രാജ്യത്ത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഏതു തരത്തിലുള്ള ഭീകരാക്രമണങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത രഹസ്യാന്വേഷണ വിഭാഗം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തന്ത്രപ്രധാന മേഖലകളിലൊക്കെ തന്നെ സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ്. മുംബൈ വിനായക ക്ഷേത്രം, അതേപോലെ തന്നെ അമൃത്സർ വിമാനത്താവളത്തിനുള്ളിലുള്ള ഗുരുദ്വാരയിലടക്കം ഇപ്പോൾ യാത്രക്കാർക്ക് പ്രവേശനം നിഷേധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആൾക്കാർക്കുള്ള പ്രവേശനം പൂർണ്ണമായും നിഷേധിച്ചിട്ടുണ്ട്. രാജ്യത്തെ മുഴുവൻ എയർപോർട്ടുകളുടെയും സുരക്ഷ കർശനമായി തന്നെ തുടരുകയാണ്.
വരികയാണ്. സെൻട്രൽ ഇൻഡസ്ട്രിയൽ ഫോഴ്സിൻ്റെ നേതൃത്വത്തിലുള്ള സെക്യൂരിറ്റി സംവിധാനം കൃത്യമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതിനോടകം തന്നെ വിലയിരുത്തി. അതേപോലെ തന്നെ നമ്മൾ പവർ ഗ്രിഡ് കേന്ദ്രങ്ങൾ, ഡാമുകൾ, അതേപോലെ തന്നെ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ അടക്കമുള്ള തന്ത്രപ്രധാനമായ മുഴുവൻ മേഖലകളിലും സുരക്ഷ കർശനമായി തന്നെ ഒരുക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് പെഹൽഗാം ഭീകരാക്രമണത്തിന് സമാനമായ രീതിയിലുള്ള ആക്രമണം ഏതെങ്കിലും തരത്തിൽ ഉണ്ടാകുമോ എന്നുള്ള ആശങ്കകൾ ഇപ്പോഴും സെക്യൂരിറ്റി ഏജൻസികൾക്ക് നിലനിൽക്കുകയാണ്. ഇൻ്റലിജൻസ് രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടുകളും അത്തരത്തിൽ വന്നിട്ടുണ്ട്. കാര്യം കഴിഞ്ഞ ദിവസവും രാത്രിയിലും സമാനമായ രീതിയിലുള്ള ഒരു ഭീകരാക്രമണത്തിനുള്ള ശ്രമം ഉണ്ടായി എന്നുള്ളതാണ്. മാത്രമല്ല അൽ-ഖ്വയ്ദ അടക്കം ഇതിനോടകം തന്നെ ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. ഭാരതത്തിനെതിരെ വിശുദ്ധ യുദ്ധത്തിന് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് വലിയ തികഞ്ഞ സുരക്ഷാ ക്രമീകരണത്തിലൂടെ അല്ലെങ്കിൽ സുരക്ഷയിലൂടെയാണ് ഈ മണിക്കൂറുകൾ ഭാരതത്തിലെ മിക്ക നഗരങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ അമൃത്സറിൽ റെഡ് അലർട്ട് ഉണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഭീഷണികൾ ഒരുപക്ഷെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാകാം അവിടെ സൈറൺ മുഴക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതാണ്ട് 15-20 മിനിറ്റിന് ശേഷം രണ്ടാമത്തെ സൈറൺ മുഴങ്ങി. അതായത് സ്ഥിതിഗതികൾ സാധാരണഗതിയിലായി എന്ന സൂചന നൽകിക്കൊണ്ടുള്ള രണ്ടാമത്തെ സൈറണും അമൃത്സറിൽ മുഴങ്ങിയതിനു ശേഷം അവിടെയും ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്. നമ്മുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ ഏറ്റവും രൂക്ഷമായി പ്രതിസന്ധി അല്ലെങ്കിൽ ആശങ്ക നിലനിന്നിരുന്നത് ജയ്സാൽമീറിലായിരുന്നു, രാജസ്ഥാനിലെ. ഇപ്പോൾ ജയ്സാൽമീറിലും സ്ഥിതിഗതികൾ ശാന്തമാണ്. അതേസമയം തന്നെ ഭാരതത്തിൻ്റെ ഹോം സെക്രട്ടറി ഈ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ ഹോം സെക്രട്ടറിമാരുമായി കൃത്യമായി തന്നെ കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. അതിന് പ്രത്യേക യോഗം ഇന്ന് രാവിലെ ചേർന്നിരുന്നു. പ്രത്യേകിച്ച് പഞ്ചാബ്, അതേപോലെ തന്നെ രാജസ്ഥാൻ, ഒപ്പം തന്നെ ഗുജറാത്ത്, ജമ്മു കാശ്മീർ, അതേപോലെ ഇത്രയും സംസ്ഥാനങ്ങളുടെ ചീഫ് സെക്രട്ടറിമാരുമായാണ് ഹോം സെക്രട്ടറി നേരിട്ട് കാര്യങ്ങൾ വിലയിരുത്തിയത്. അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളാണ് വിലയിരുത്തിയത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഹരിയാനയിലും ചില സാഹചര്യങ്ങൾ വിലയിരുത്തപ്പെട്ടു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഹരിയാന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഹരിയാനയിലെ സിൽസറിൽ അവിടെ ഒരു റോക്കറ്റിൻ്റെ അവശിഷ്ടം അവിടെ നിന്നും കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഡൽഹിയിലേക്ക് തൊടുത്ത ആയുധമാണ് എന്നുള്ളതാണ് പ്രധാനമായും ഈ പ്രതിരോധ വൃത്തങ്ങൾ നൽകിയ സൂചനകൾ. ഏതായാലും അത് ഈ ഹരിയാനയിലെ സിൽസറിൽ വെച്ചിട്ട് നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് തകർക്കുവാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ ഇത്തരം സിവിലിയൻസിനെ കൂടി നേരിട്ട് ആക്രമിക്കുവാൻ വേണ്ടി പാകിസ്ഥാൻ പദ്ധതിയിട്ടിരുന്നു. നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണെങ്കിലും പാകിസ്ഥാൻ്റെ മുൻകാല ചരിത്രങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചരിത്രം ഭാരതത്തോടുള്ളത് അത്ര നല്ലതല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരം ഈ രൂക്ഷമായ അല്ലെങ്കിൽ സുരക്ഷ കർശനമാക്കുന്ന ഒരു സ്ഥിതിവിശേഷമുള്ളത്. കഴിഞ്ഞ വർഷം 2024 മാത്രം ഏതാണ്ട് 88 തവണ ഈ 2003 വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് നമ്മുടെ BSF പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ റേഞ്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നും പ്രകോപനപരമായി വെടിയുതിർക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വർഷം ഇതുവരെ ഏതാണ്ട് 147 സംഭവങ്ങളാണ് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നിരന്തരം വെടിനിർത്തൽ കരാർ 2003 വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഭാരതത്തിനെതിരെ ഇത്തരത്തിൽ പ്രകോപനപരമായ നടപടി നിരന്തരം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വാക്കാലുള്ള ഇത്തരം ഒരു ധാരണ അത് ഒരു തരത്തിലും ഭാരതം അതിനെ വിശ്വാസ്യതയ്ക്ക് എടുക്കുന്നില്ല അവരുടെ വാക്കുകൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നാളെ സുപ്രധാനമായ യോഗം മിലിറ്ററി ഓപ്പറേഷണൽ ഹെഡുമാർ ഇരു രാജ്യങ്ങളുടെയും തമ്മിൽ ചർച്ച നടത്തുന്നുണ്ട്. അതിനുശേഷം കൂടുതൽ തീരുമാനങ്ങളിലേക്ക് ഭാരതം കടക്കുമെന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. അതിനു മുന്നേ ഒരുപക്ഷെ ഇന്നിപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ വക്താക്കൾ വീണ്ടും വാർത്താ സമ്മേളനം നടത്തുവാനുള്ള സാധ്യതകൾ, അത്തരം സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ നടത്തിയ ആക്രമണ ശ്രമങ്ങളെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ ഉണ്ടാകും. അതിനൊക്കെ അപ്പുറത്തേക്ക് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ ഭാരതത്തിനെതിരെ പടച്ചുവിടുന്നുണ്ട്. നമ്മുടെ റാഫേൽ അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ വെടിവെച്ചത് ഇട്ടതായിട്ടുള്ള അവകാശവാദങ്ങൾ ഇതിനോടകം തന്നെ അവരുടെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി തന്നെ നടത്തുന്ന സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ നിരവധി ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ തന്നെ ഗൂഢലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള വ്യാജ വീഡിയോകൾ അവർ പ്രചരിപ്പിക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ മാത്രമല്ല, അൽ ജസീറ പോലെയുള്ള പാകിസ്ഥാനുമായി വലിയ താല്പര്യം പുലർത്തുന്ന അത്തരം ന്യൂസ് ചാനലുകളും ഇത്തരം വാർത്തകൾ ഭാരതത്തിനെതിരെയുള്ള നുണ പ്രചരണങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള നടന്ന വാർത്താ സമ്മേളനങ്ങൾ മുഴുവൻ അത്തരം നുണ പ്രചരണങ്ങൾ ചിത്രങ്ങൾ സഹിതം പൊളിച്ചടിക്കിയതാണ്. അതായത് ഭാരതത്തിൻ്റെ വ്യോമതാവളങ്ങൾ പൂർണ്ണമായും ആക്രമിച്ചു വലിയ ക്ഷതമേൽപ്പിച്ചു എന്നുള്ള പ്രചരണമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ചിത്രങ്ങൾ സഹിതം അത് തെറ്റാണ്, വ്യാജമാണ് എന്നുള്ളത് ഭാരതത്തിൻ്റെ പ്രതിരോധ മന്ത്രാലയം തെളിയിച്ചു കാണിച്ചു. ഇത്തരത്തിൽ തെളിവുകൾ സഹിതം ഭാരതം പാകിസ്ഥാനെതിരെ കൃത്യമായി അവരുടെ വ്യാജ പ്രചരണങ്ങൾ പൊളിച്ചെടുക്കുമ്പോൾ യാതൊരുവിധ തെളിവുകളുമില്ലാതെ അല്ലെങ്കിൽ ഒരു ചിത്രങ്ങളോ അതിൻ്റെ അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള തെളിവുകളും ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിലേക്ക് നൽകാതെ കേവലം വാക്കാലുള്ള ഇത്തരം നുണപ്രചരണങ്ങളും ആക്ഷേപങ്ങളും ഒപ്പം തന്നെ വ്യാജ വീഡിയോകളും
പ്രചരിപ്പിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. സ്വാഭാവികമായും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അതൊക്കെ തുറന്നു കാട്ടുവാനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത്. കൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ വെടിനിർത്തൽ ഉണ്ടായപ്പോൾ തന്നെയും ഭാരതത്തിൻ്റെ സൈനിക വിഭാഗങ്ങൾക്കും അർദ്ധ സൈനിക വിഭാഗങ്ങൾക്കും നൽകിയിരുന്ന നിർദ്ദേശം നയതന്ത്ര തലത്തിൽ അത്തരം തീരുമാനങ്ങൾ എടുത്തെങ്കിൽ കൂടിയും ആക്രമണം നടത്തിയാൽ പ്രത്യാക്രമണത്തിന് ഒരു കാരണവശാലും മടിക്കേണ്ട സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ BSF പോസ്റ്റുകൾക്ക് നേരെ ഫയറിംഗ് ഉണ്ടായപ്പോൾ BSF അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചുകൊണ്ട് പാകിസ്ഥാൻ റേഞ്ചേഴ്സിന് മറുപടി നൽകിയത്. അതിനുശേഷമാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഈ ഒരു ശാന്തത കൈവരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം ഇപ്പോഴും വളരെ നിർണായകമായ യോഗങ്ങൾ ഡൽഹി കേന്ദ്രീകരിച്ച് പുരോഗമിക്കുന്നുണ്ട്. വിവിധ മന്ത്രാലയങ്ങൾ പ്രത്യേകമായി യോഗം ചേരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ആഭ്യന്തര തലത്തിൽ ചില ഭീഷണികൾ നിലനിൽക്കുന്നു. ഇത്തരം ഭീകരവാദ ഭീഷണികൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ജമ്മു കാശ്മീരിലടക്കം ഈ പാകിസ്ഥാനുമായി ഭാരതം നടത്തുന്ന ഈ പോരാട്ടത്തിൽ അതിനെ എതിർത്തുകൊണ്ട് അവിടുത്തെ ചില സ്ലീപ്പർ സെല്ലുകൾ ഭീകരവാദ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ജെയ്ഷെ ഇ മുഹമ്മദിൻ്റെയും ലഷ്കർ-ഇ-തോയ്ബയുടെയും അൽ-ഖ്വയ്ദയുടെയും ഒക്കെ തന്നെ സ്ലീപ്പർ സെല്ലുകൾ ഈ ജമ്മു കാശ്മീർ മേഖലയിൽ കൂടുതലായി സജീവമായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും രഹസ്യാന്വേഷണ വിഭാഗം ഒക്കെ തന്നെ വ്യക്തമാക്കുന്നത്. ജമ്മു കാശ്മീർ പോലീസിൻ്റെ പ്രത്യേക വിഭാഗം ഇന്നിപ്പോൾ രജോരിയിലും അനന്തനാഗിലും സോപ്പിയാനിലും പ്രത്യേക പരിശോധനയ്ക്ക് തയ്യാറായി. വിവിധ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായ റെയ്ഡായിരുന്നു ഇന്നിപ്പോൾ ജമ്മു കാശ്മീർ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഈ സ്ലീപ്പർ സെല്ലുകൾ ആക്റ്റീവായി എന്നുള്ള വിവരങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും അതേപോലെ തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും അതേപോലെ തന്നെ ആരാധനാലയങ്ങളിലടക്കം സുരക്ഷ കർശനമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ആരാധനാലയങ്ങൾ തകർത്തുകൊണ്ട് ഭാരതത്തിൽ വലിയ വർഗീയ സംഘർഷങ്ങൾക്ക് പാകിസ്ഥാനും അതേപോലെ തന്നെ ഇത്തരം ഭീകരവാദ സംഘടനകളും പദ്ധതിയിട്ടിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പെഹൽഗാം ആക്രമണം അതിന് ഒരു മകുടോദാഹരണമാണ്. വലിയ രീതിയിലുള്ള ഹിന്ദു മുസ്ലിം സംഘർഷമായിരുന്നു പെഹൽഗ്രാം ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനും ഭീകരവാദ സംഘടനകളും പ്രതീക്ഷിച്ചിരുന്നത്. രോഹിണി. ശരി, എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.